ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വെള്ളിയാഴ്ച നമസ്കാരത്തിൽ സംസാരിക്കുകയാണ്. ഒന്നിച്ചു നിന്നാൽ മുസ്ലിങ്ങൾക്ക് ശത്രുവിനെ തോൽപ്പിക്കാനാകും. മുസ്ലിം രാജ്യങ്ങൾ ശത്രുവിന്റെ ലക്ഷ്യം തിരിച്ചറിയണം എന്നുമാണ് പരാമർശം. ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ജോദ് വർഗീസ് ചേരുകയാണ്. അബ്ജോദ്, ഏത് പശ്ചാത്തലത്തിൽ വേണം ഈ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ഗൗരവമേറിയതാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്ന് വേണം അനുമാനിക്കാൻ? എന്ന് പ്രസിഡന്റിനേക്കാൾ മുകളിലുള്ള മതനേതാവ് എന്തായാലും നമ്മൾ പെട്ടു. ഇനി മതം ഒന്ന് കൂട്ടിച്ചേർത്ത് പിടിച്ച് ഈ ചുമ്മാ കിടക്കുന്ന രാജ്യങ്ങളെയും കൂടെയൊക്കെ ഇതിലെവിടെയൊക്കെ ആക്കണം. ഒരു പുതിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഈ സംഭവം കൊണ്ടങ്ങ് എത്തിക്കണം. എന്താ ബുദ്ധിയല്ലേ? ഒക്ടോബർ 7 കൊണ്ട് ഭീകരാക്രമണം നടത്തി അവന്മാർ കയറി തിരിച്ചടിച്ച് ചൊറിഞ്ഞ് ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന രീതിയിലേക്ക് വരെ കൊണ്ടെത്തിച്ച് ഒളിച്ചോടി. വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കണമെന്ന്. അപ്പോൾ എന്തു ചെയ്യും? ഒരു ഭാഗത്ത് കുറേ മുസ്ലിങ്ങളങ്ങ് കൂടും, മറുഭാഗത്ത് മറ്റ് ശക്തികളങ്ങ് കൂടും, അടിയങ്ങ് തുടങ്ങും. നമ്മൾ കൊളുത്തി വിട്ട് അങ്ങോട്ട് മാറിയിരിക്കാം, അല്ലെങ്കിൽ ഈ പരിപാടി നമ്മൾ ഒറ്റപ്പെട്ടു പോവേ. അതാണ് ഇറാനോ പെട്ട്, ഇനി ബാക്കിയുള്ളവന്മാരും കൂടെ പെടണം. അതിനാണ് മുസ്ലിങ്ങളെല്ലാം കൂടെ ഇനി ഒരുമിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടേ, നീയൊക്കെ ഈ ലോകം നശിപ്പിച്ച് അടങ്ങുമല്ലോടേ. ഒരു ഖമനി അവൻ മാളത്തിൽ നിന്ന് ഇന്നാണ് പുറത്തിറങ്ങിയത്, ഇത് അടിച്ചിറക്കാൻ വേണ്ടി. ഇനി ബാക്കിയുള്ളവന്മാരുടെ പെടായി അവൻ പെട്ടു. അവനിനി എന്തായാലും പുറം ലോകം കാണാൻ പറ്റൂല. ഇനി ബാക്കിയുള്ളവന്മാരുടെ ഒന്ന് പെട്ടോളായി. വിസ്മയങ്ങളെ.